ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് ബദൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി മേയർ ടോണി ചെമ്മണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോയമ്പത്തൂർ നഗരസഭാ പ്ലാന്റ് സന്ദർശിച്ചു. എന്നാൽ ഈ മാതൃക ബ്രഹ്മപുരത്ത് നടപ്പാക്കുക പ്രായോഗികമാവില്ല എന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. ബദൽ കണ്ടെത്തുന്നതിനായി മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന കാര്യവും നഗരസഭ പരിഗണിക്കുന്നുണ്ട്. വിദേശ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്ത് നിർമ്മിച്ച അത്യാധുനിക പ്ലാന്റ് എന്ന നിലയിലാണ് കൊച്ചി നഗരസഭാ സംഘം കോയമ്പത്തൂർ പ്ലാന്റ് സന്ദർശിച്ചത്. മാലിന്യം സംസ്കരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുന്ന രീതിയിലാണ് കോയമ്പത്തൂർ പ്ലാന്റിന്റെ പ്രവർത്തനം. 650 ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാനുള്ള ശേഷിയും കോയമ്പത്തൂർ പ്ലാന്റിനുണ്ട്. എന്നാൽ കോയമ്പത്തൂർ മാതൃകയിൽ ബ്രഹ്മപുരത്ത് പ്ലാന്റ് നിർമ്മിക്കാനാവില്ലെന്നാണ് നഗരസഭാ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ബ്രഹ്മപുരത്തെയും കോയമ്പത്തൂരിലെയും മാലിന്യത്തിലെ ജലത്തിന്റെ അളവിലുള്ള വ്യത്യാസവും സ്ഥലപരിമിതിയുമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. കോയമ്പത്തൂരിലെ മാലിന്യത്തിൽ 25% മാത്രമാണ് ജലാംശം അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ബ്രഹ്മപുരത്താകട്ടെ ഇത് 80%-ലധികവും. കോയമ്പത്തൂർ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് 150 ഏക്കറിലാണെങ്കിൽ ബ്രഹ്മപുരത്ത് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ 100 ഏക്കർ സ്ഥലം മാത്രമാണ് നഗരസഭയുടെ പക്കലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ബദൽ മാതൃകകൾ കണ്ടെത്താൻ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സന്ദർശിക്കുന്നതിനെപ്പറ്റി നഗരസഭ ആലോചിക്കുന്നത്. പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി അടുത്തയാഴ്ച വിളിച്ചു ചേർത്തിട്ടുള്ള ഉന്നതതല യോഗത്തിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. ബ്രഹ്മപുരത്ത് പുതിയ പ്ലാന്റ് നിർമ്മാണത്തെ എതിർക്കുന്ന പ്രദേശവാസികളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും നിലപാടിന് കൂടുതൽ ചർച്ചകളിലൂടെ ഇളവ് വരുത്താമെന്നും നഗരസഭ കണക്കുകൂട്ടുന്നു. മനോരമ